മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ കിച്ചുവിന്റെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കിച്ചു വീട്ടിലോട്ട് വന്ന സമയത്ത് ചേച്ചി ഉപദ്രവിച്ചു വരുന്നല്ല, ഇനി നിമിഷം ഒരു സമയത്ത് ഒരു അകൽച്ച കാണിച്ചു. എനിക്കറിയില്ല. ഒരു റൂമിൽ ശരി പറയാം. ഒരു റൂമില് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഒറ്റയ്ക്കായിരുന്നു, അവന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനെ വളച്ചൊടിച്ച് പലരും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഇല്ലെങ്കിൽ മെന്റൽ ഹെൽപ്പ് ആണെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞു. ആ സമയത്ത് കുറെ സപ്പോർട്ടേഴ്സും വന്നിട്ടുണ്ട്. ആ ഒരു സംഭവത്തിനെ ചേച്ചി പറയാം. 11 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടിയെ കിച്ചുവിനെ സുധിച്ചേട്ടൻ എനിക്ക് തന്നത്, അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചത്. ഇത്രയേ ഉള്ളൂ കിച്ചു വന്ന്. ഞാൻ ആകെ ഇച്ചിരേ ഉള്ളൂ. ആകെ നിങ്ങൾക്കറിയാലോ എൻ്റെ എത്രയുണ്ടോ ഇച്ചിരേ ഉള്ളൂ ഞാൻ. കിച്ചു ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ സാറ്റ് കളിക്കുമായിരുന്നു, അവനെ കെട്ടിപ്പിടിക്കായിരുന്നു, അവനെ എടുക്കത്തില്ല. അവൻ ഇച്ചിരി ആളുണ്ടായിരുന്നു. അവൻ ഓർമ്മയുണ്ട്, അവനെ പാട്ട് പാടി ഉറക്കുമായിരുന്നു, അവനെ കുളിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 18-15 വയസ്സുള്ള അത്രയും എന്നെക്കാളും വളർന്നൊരു കുട്ടി. ആ കുട്ടി അമ്മ എന്ന രീതി എനിക്ക് ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ. ആ കുട്ടി ഇരിക്കുന്നതോട് ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ 24 മണിക്കൂർ? ഇല്ല. അവൻ്റെ റൂമിൽ ചെന്ന് കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ ബഹുമാനിക്കേണ്ട സമയത്ത് അവനെ ബഹുമാനിച്ചു, മകനാണെങ്കിൽ പോലും. പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്. ഞാനും അവനും എന്താണ്ട് 14 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ, 14-13 വയസ്സിന് ഡിഫറൻറ്റേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അപ്പം ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും അവൻ എൻ്റെ മകൻ തന്നെയാണ്, ഞാൻ അവൻ്റെ അമ്മ തന്നെ. അപ്പം ഞാൻ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്ത് ബഹുമാനിച്ചു, അത്രേ ഉള്ളൂ. 24 മണിക്കൂറും 15-14 വയസ്സുള്ളൊരു കുട്ടിയുടെ റൂമിൽ പോയി ഇരിക്കാൻ പറ്റുമോ എനിക്ക്? പക്ഷെ ആ വീഡിയോ കാണുന്ന ചേച്ചി സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചേച്ചിനെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് ആ വീഡിയോയിൽ പറയുന്ന രീതികൾ വരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ചേച്ചി കിച്ചുനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സമയത്ത് ഈ ഒരു കാര്യം, ഈ വീഡിയോനെ? ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. കാരണം അതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ സംസാരിച്ചല്ലേ, വീഡിയോ കോൾ ചെയ്തല്ലേ. പെട്ടെന്ന് ഒരു വ്യക്തി മാറി സംസാരിക്കാമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യും. പിന്നെ അവരെ വിളിച്ച് ഇളക്കി ഇതെന്താണെന്ന് ചോദിക്കണ്ടേ? ഞാൻ ഇന്ന് വരെ അവനെ വിളിച്ചിട്ടില്ല. ഞാൻ അവൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് ഇടാറില്ല. ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ലൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാരൊരു 100 വിളിച്ച് അവൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ വിളിച്ചാലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനായിട്ടൊന്നും പറഞ്ഞോ, ഞാനായിട്ട് പിണങ്ങിയോ, ആരോടും പിണങ്ങിപ്പോയിട്ടില്ല. ഇന്നും കിച്ചു അമ്മ എന്ന് വിളിച്ചാൽ എന്തോ എന്ന് വിളിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇന്നും ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഈ വീഡിയോ വന്നതിന് ശേഷം ചിലപ്പോൾ എൻ്റെ പേരിലും പല വിവാദങ്ങൾ വരാം, ചിലപ്പോൾ പീഡന കേസോ കാര്യങ്ങളായിട്ട് വരാമെന്ന് പറയുന്നത്. അതിനെന്തായിരിക്കും കാരണമെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ആ ഒരു ആരോപണം എനിക്കറിയില്ല, എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ആരോപണമായിട്ട് വെറുതെ ഒരാൾ ഒരു പെൺകുട്ടി വന്നാൽ തന്നെ, ഇതിപ്പോൾ ആരുടെ കാര്യമാണേലും, ഇപ്പോൾ ഒരു ആൺ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചുമ്മാ ചെന്നാൽ പോലും അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് വേണം, ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരാളെ അറസ്റ്റ് ചെയ്തൊന്നും പീഡന കേസിൽ പ്രതിയാക്കത്തില്ല. നമ്മൾ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നവർ. അതിന് ഹോസ്പിറ്റലിൽ പോയി അവർ തെളിവെടുപ്പൊക്കെ നടത്തില്ലയോ, അതുപോലെ വൈദ്യപരിശോധന നടത്തി, ഇതൊക്കെ ചെയ്യത്തില്ലേ? പിന്നെ അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പീഡന കേസ് അത് ചുമ്മാ ഒരാൾ വന്നാൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പീഡന കേസിൽ പ്രതിയാക്കോ? ഇല്ല. അപ്പം അങ്ങനെ ആരോപണത്തെ പറ്റി എനിക്കിതേ പറയാനുള്ളൂ. അങ്ങനെയൊന്നും സംഭവിച്ചോട്ടെ എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. എന്നെ കുറേ പേര് വിളിച്ചു ചോദിച്ച്, ചേച്ചി ഇങ്ങനെ വല്ലതും ആരെങ്കിലും സംഭവിച്ചോ അറിയാമോ? എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എനിക്കറിയില്ല അതിനെപ്പറ്റി. അതുപോലെ തന്നെ ചേച്ചി സ്നേഹിക്കുന്ന പല ആൾക്കാർക്ക് ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത്. ഈ ചേച്ചി സുധിച്ചേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷം, കോട്ടയത്ത് വന്നതിന് ശേഷം, സുധിച്ചേട്ടനാണ് ചേച്ചീനെയും ചേച്ചിയുടെ അച്ഛനെയും അമ്മേനെയും ചേച്ചിയുടെ ഹസ്ബൻഡിനെ നോക്കിയെന്ന് കിച്ചു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കേണ്ട കാര്യം എന്താണ് സുധിക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ നോക്കുക കണ്ണുകൊണ്ട് നോക്കിയതാണോ അതോ പൈസ? ഞാൻ പറയട്ടെ, ചേച്ചിയുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. പുള്ളി നിങ്ങൾക്ക് അറിയാം, തിരക്കി അറിയാം. പുള്ളി ബിടെക് എഞ്ചിനീയറാണ്. പുള്ളി AVGയിൽ ഈരക്കടവ് കോട്ടയത്തെ ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചപ്പോഴാണ് പുള്ളി ഇപ്പം പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റ് വർക്കൊക്കെ ഏറ്റെടുത്ത്, പുള്ളി അന്നും പെയിൻറ്റിങ് ജോലി ഉണ്ടായിരുന്നു. അതുപോലെ ചേച്ചി നേഴ്സാണ്, പുള്ളിക്കാരി നേഴ്സാണ്. എൻ്റെ കുഞ്ഞിനെ വരെ ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചേച്ചിയൊക്കെ തന്നെയാണ് കുഞ്ഞിനെ വരെ നോക്കുന്നത്. അല്ലാതെ ആരും എനിക്ക് തോന്നുന്നില്ല. സുധിച്ചേട്ടനുള്ളപ്പോൾ സുധിച്ചേട്ടനെ നോക്കി. അതുപോലെ ഒരു വീട്ടിലിപ്പം 3 പിള്ളേരുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ. സുധിച്ചേട്ടൻ ഞങ്ങൾ ഇത്രയും പേരുള്ള വീട്ടിൽ സുധിച്ചേട്ടൻ ഇപ്പം എന്താ പറയുക, ഒരു സാധനം മേടിക്കുന്നു. എനിക്കും കിച്ചുവിനും ഋതപ്പനും മാത്രം തരാൻ പറ്റുമോ? അവർക്ക് എല്ലാവർക്കും, ഒരു വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ അതാണ് ചിലവ്. അതുപോലെ അവരൊരു സാധനം മേടിക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ തരും. ഒരു വീട്ടിലുള്ള അംഗത്തിന് കൊടുക്കുന്ന ഉടനെ ചിലവ് നോക്കുന്നതാണോ? എനിക്കറിയില്ല. എല്ലാവരും നോക്കുന്നതാണോ? അതെനിക്കറിയില്ല. അതിൻ്റെ ആ ഒരു മാനദണ്ഡം എനിക്കറിയില്ല. പിന്നെ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടന് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും നോക്കാനും സന്തോഷിപ്പിക്കാനും സന്തോഷമാണ്. അതുപോലെ എൻ്റെ അപ്പനും നോക്കിയിട്ടുണ്ട്. അപ്പൻ ട്യൂബ് ഇട്ട് കിടക്കുന്നതിന് മുന്നേ വരെ അപ്പൻ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോദിച്ചാൽ സുധിച്ചേട്ടൻ എപ്പോഴും ജോലിയൊന്നും ഇല്ലായിരുന്നു.
സുചേട്ടൻ എപ്പോഴും ജോലിയിൽ വീട്ടിൽ ഇരുന്ന സമയമുണ്ട്. അന്നൊക്കെ എൻ്റെ അപ്പനെ നോക്കിയിട്ടുണ്ട്. ഇതും കൂടെ പറയണം, ഇതും കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരും അറിയാം, നിങ്ങൾ പറയുന്നല്ലോ അവരെ നോക്കി അവർ. ഞാൻ ഒരു 1.5 മാസം സുചേട്ടൻ അൾസർ വയറിനകത്ത് പൊട്ടിയിട്ട് വൊമിറ്റ് ചെയ്ത് സുചേട്ടൻ ഇങ്ങനെ എല്ലാം തോലുമായിട്ട് 1 മാസം സുചേട്ടൻ വെള്ളം ഇറക്കാതെ നിന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ പപ്പ അമ്മയാണ് സുചേട്ടനെ എടുത്താണ് കഞ്ഞിപിടി. ആരെയും ഞങ്ങൾ അറിയിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ സുചേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും, കിടക്കുമ്പോൾ നമ്മളിപ്പം ഭാര്യയും ഭർത്താവല്ലേ, ജസ്റ്റ് കെട്ടിപ്പിടിക്കുമ്പോൾ ഇതാരാ സുചേട്ടൻ, നമ്മൾ ഈ സുചേട്ടൻ എന്തുവാ സുചേട്ടൻ ഇത്രയും ഒരു ഈർക്കല് പോലായിരുന്നു സുചേട്ടൻ അന്ന്. ആരെയും അറിയിച്ചിട്ടില്ലോ. അന്നുമൊക്കെ എൻ്റെ അപ്പനൊക്കെ ഈ ജോലിക്കൊക്കെ പോയല്ലേ ഇദ്ദേഹത്തെ നോക്കിയത്. അന്നൊന്നും ആരും ഇല്ലായിരുന്നല്ലോ ഈ പറയുന്ന ഈ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്ന ആരും ഇല്ലായിരുന്നല്ലോ. ഞാനിതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല ഞാൻ. ഇത് ചോദിക്കാൻ കാരണം തന്നെ കിച്ചുവിൻ്റെ